നമസ്കാരം. തേർഡ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി മാത്സ് ആയിട്ടുള്ള MTS 3C03യുടെ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്നുള്ളതും കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കുറച്ച് ഓപ്പറേഷൻസ്, അതായത് മാനിപ്പുലേഷൻസ് എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ കണ്ടിരുന്നത്. അങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത്, അതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അതിൻ്റെ പവറുകൾ, ഒരു കോംപ്ലക്സ് നമ്പർ Z⁻n കണ്ടുപിടിക്കാൻ, റൂട്ടുകൾ കണ്ടുപിടിക്കാൻ പോളാർ ഫോമിലേക്ക് എഴുതിയിട്ട് ചെയ്യുന്നതാണ് ഇത് എളുപ്പം എന്ന് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഒരു സെറ്റ്, ഇപ്പോൾ കോംപ്ലക്സ് പ്ലെയിനിലെ സെറ്റുകളെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ സെറ്റുകളിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫങ്ഷൻസ്, നമ്മൾ സെറ്റിൻ്റെ ഉള്ളിൽ ഫങ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ, ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്തു. അവിടെ നിന്ന് റിയൽ നമ്പേഴ്സിൻ്റെ, നമ്മുടെ സാധാരണ റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനലിറ്റിസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് വേറെ ഒരെണ്ണം എക്സ്ട്രാ ആയിട്ട്. അനലിറ്റിസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റും എൻറ്റയർ ഫങ്ഷൻസ് അല്ലെങ്കിൽ അനലിറ്റിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിലല്ല, ഒരു നെയ്ബർഹുഡ്, ഒരു പോയിന്റിൻ്റെ നെയ്ബർഹുഡിലെല്ലാം ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷനെയാണ് നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ പറയാൻ കാരണവുമുണ്ട്. നമുക്കിവിടെ കോംപ്ലക്സ് നമ്പേഴ്സിന് നെയ്ബർഹുഡാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. റിയൽ നമ്പേഴ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1 ഡയമെൻഷണൽ സ്പേസ് ആയിരുന്നു റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻ്റർവെല്ലിൽ ലിമിറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ കോംപ്ലക്സ് നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കോംപ്ലക്സ് പ്ലെയിൻ ആണുള്ളത്. ദാറ്റ് മീൻസ് വി ഹാവ് എ 2 ഡയമെൻഷണൽ സ്പേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോയിന്റിലേക്കുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ പോയിന്റിൻ്റെ എല്ലാ 2 ഡയമെൻഷണൽ സ്പേസിലുള്ള എല്ലാ പോയിന്റ്സിൽ നിന്നും നമുക്ക് ആ പോയിന്റിലേക്ക് ലിമിറ്റ് എടുക്കേണ്ടതുണ്ട്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ടേക്ക് എ നെയ്ബർഹുഡൊക്കെ എന്താണെന്നുള്ള മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നെയ്ബർഹുഡിൻ്റെ സ്പേസിലാണ് നമുക്ക് എന്താ പറയേണ്ടത്, നമ്മുടെ പോയിന്റിൻ്റെ ലിമിറ്റ്, ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റി ഒക്കെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ലിമിറ്റ് പറയുന്നത് തന്നെ നെയ്ബർഹുഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനലിറ്റിക് എന്ന് പറയുന്ന കൺസെപ്റ്റിനാണ് നമ്മളുടെ കോംപ്ലക്സ് നമ്പേഴ്സിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടി. അപ്പോൾ അനലിറ്റിക് ആണോ ഒരു അനലിറ്റിക് ഇൻ എ ഡൊമെയിൻ? എപ്പോഴാണ് ഒരു അനലിറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു നെയ്ബർഹുഡിലെല്ലാം ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെയാണ് അനലിറ്റിക് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു നമുക്ക് അനലിറ്റിക് ആണോ എന്നുള്ളത് ഒറ്റയടിക്ക് ചെക്ക് ചെയ്യാൻ, എല്ലായിടത്തും നമുക്ക് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കാൻ അത്ര എളുപ്പമല്ല. നമുക്കൊരു ഡൊമെയിൻ തന്നിട്ടുണ്ടെങ്കിൽ, ഡൊമെയിനൊക്കെ എന്താണെന്നുള്ള മുമ്പത്തെ വീഡിയോയിലുണ്ട്, പ്ലേലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ മുമ്പത്തെ വീഡിയോസ് കാണുക. അപ്പോൾ ഒരു ഡൊമെയിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിൻറ്റ്സിനും നമുക്ക് അവിടെ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കണ്ടീഷൻ നോക്കണം. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ കണ്ടീഷൻ ഇതാണ്, CR ഇക്വേഷൻ അല്ലെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ എന്നാണ് അതിന് പറയുന്നത്. കോഷി റീമാൻ ഇക്വേഷൻ അല്ലെങ്കിൽ CR ഇക്വേഷൻ എന്നാണ് അതിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത്. കോഷി റീമാൻ ഇക്വേഷൻ, CR ഇക്വേഷൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് സപ്പോസ് നമ്മളുടെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. f(z) എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. u(xy) + i v(xy). ഇങ്ങനെയാണ് എപ്പോഴും ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക എന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിരുന്നു. ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ്. ദിസ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് z equal to x plus iy. x plus iy എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ then we can surely say that the first order partial derivatives of u and v, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ∂u/∂x ∂u/∂y. അതാണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് u. ആൻഡ് ഇതേപോലെ തന്നെ വിയുടെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ∂v/∂x ∂v/∂y. ഇത് നമ്മുടെ ഈ പേപ്പറിൻ്റെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ളൊരു സെക്ഷനാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അതെല്ലാവർക്കും അറിയാം എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോവാണ്. എന്താണ് ∂u/∂x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ u എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ എക്സിൻ്റെയും വൈയുടെയും ഒരു അമാൽഗമേഷനാണ്. അതായത് എക്സും വൈയും ഉണ്ട് അവിടെ വേരിയബിൾസ് ആയിട്ട്. സോ ദിസ് പാർട്ട് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. സോ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് as a variable and we can differentiate with respect to y as a variable. That is, along x-axis and y-axis we can differentiate this value. അപ്പോൾ x-axis along x-axis അല്ലെങ്കിൽ with respect to x-axis നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണേ ∂u/∂x or partial derivative of u with respect to x എന്ന് പറയും.
വൈ ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് നമ്മൾ പറയും. So u of xy is a function of x and y, so we can differentiate with respect to x as well as with respect to y. So u ന്റെയും v ന്റെയും first order partial derivatives, that is dou u by dou x and dou u by dou y, as well as dou v by dou x and dou v by dou y, if they exist and they satisfies the CR equation, that is CR equation ഇതാണ് dou u by dou x equal to dou v by dou y and dou u by dou y is equal to minus dou v by dou x. ഇതാണ് സി ആർ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ, കോംപ്ലക്സ് വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ, ഒരു പോയിന്റിൽ എക്സ് ഇസഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്ത് പറയാൻ സാധിക്കും? അത് സി ആർ ഇക്വേഷൻ ഷുവറായിട്ടും നമ്മളത് എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. ഇതിൻ്റെ പ്രൂഫ് ടെക്സ്റ്റിലുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, കാരണം സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ളത് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അത് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കാണുകയാണെങ്കിൽ, മാത്രമല്ല ഇതിപ്പോൾ ഒരു പോയിന്റിലാണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ളത്, നമുക്കൊരു ഡൊമെയിനിൽ, അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന ഡൊമെയിനിൽ എല്ലാ പോയിന്റ്സിലും ഇത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഈ ഒരു തിയറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയൊക്കെ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ അവിടെയൊക്കെ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് നമുക്കൊരു ഡൊമെയിൻ ഉണ്ട്, ആ ഡൊമെയിനിലെ എല്ലാ പോയിന്റ്സിലും ഇത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റ്സിലൊക്കെ, അതായത് ഏതൊക്കെ പോയിന്റ്സിലാണോ അത് ഡിഫറൻഷ്യബിൾ അവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നു? സി ആർ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ശരിയല്ലേ? ആ പോയിന്റ്സിലൊക്കെ സി ആർ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഡൊമെയിൻ തന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണോ ഈ സി ആർ ഇക്വേഷൻ വയലേറ്റ് ചെയ്യുന്നത് അവിടെ ഇത് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാൻ സാധിക്കും. അതായത് അനലിറ്റിസിറ്റി നമുക്ക് നോക്കാനായിട്ട് ഡൊമെയിനിലുള്ള എല്ലാ പോയിന്റ്സിലും സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടോ നോക്കിയാൽ മതി. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ആ പോയിന്റിൽ അത് എന്താവില്ല? ഡിഫറൻഷ്യബിൾ ആവില്ല. ദാറ്റ് മീൻസ് ദാറ്റ് വിൽ നോട്ട് ബി അനലിറ്റിക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാനിവിടെ ഡിഫൈൻ ചെയ്യാണ്. ഇസഡ് സ്ക്വയർ പ്ലസ് ഇസഡ്. ഓക്കെ, ഇത് നിങ്ങൾ മുമ്പ് നമ്മുടെ ഫംഗ്ഷൻസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ദിസ് ഇസ് നത്തിങ് ബട്ട് എ പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ? ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ഇൻ കോംപ്ലക്സ് വേരിയബിൾ ആണ്. സോ ദിസ് ഇസ് ഓൾവേസ് ഡിഫറൻഷ്യബിൾ. പോട്ടെ, എന്നാലും നമുക്ക് വേറൊരു ഫംഗ്ഷനും കൂടെ നമുക്ക് നോക്കാം. സപ്പോസ് നമുക്ക് വേറൊരു വേണ്ട, ഇത് തന്നെ മതി. ഇസഡ് സ്ക്വയർ പ്ലസ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് അനലിറ്റിക് ആണോ അല്ലെങ്കിൽ ഇത് ഷുവറായിട്ടും അനലിറ്റിക് ആണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് എല്ലായിടത്തും അനലിറ്റിക് ആയിരിക്കും. നമുക്കിത് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഞാനിവിടെ നമുക്ക് എന്തായാലും യു എക്സ് നമ്മൾ പറഞ്ഞിരുന്നു, യു എക്സ് വൈ പ്ലസ് ഐ വി എക്സ് വൈ എന്ന് പറയുന്ന ഫോമിൽ ഫംഗ്ഷൻ എഴുതിയാൽ മാത്രമേ നമുക്ക് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്? നമുക്ക് യുവും വിയും വേണം. അതായത് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമുക്ക് വേണം. സോ ഇവിടെ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇസഡിനെ ആദ്യം റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു റൈറ്റ് ഇസഡ് ആസ് എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, വി ഹാവ് ടു റൈറ്റ് ഇസഡ് ആസ് എക്സ് പ്ലസ് iy, and when you write z as x plus iy, what will be z square? Z square എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? x square minus y square plus 2xy. ഇതല്ലേ x square, z square എന്ന് പറയുന്നത് when you open the bracket x plus iy the whole square, you will get x square minus y square plus 2xy. So this will be z square, and when you substitute this, you will get this f of z as f of z എന്ന് പറയുന്നത് എന്ത് വരും? this will be x square minus y square plus x, that is the real part of z square and z, plus I into imaginary part will be, ഇവിടെ ഒരു I എഴുതാൻ മറന്നുപോയി, 2ixy ആണ്. യെസ്, and the imaginary part of this f of z is ഐയുടെ കമ്പോണൻസ് എല്ലാം കൂടെ കൂട്ടി എഴുതുന്നത് 2xy plus y എന്ന് പറഞ്ഞു വരും. Okay, so this is the real part and imaginary part of f of z. So what is u here? Here u എന്ന് പറയുന്നത് ഇതാണ് u of xy. This is u of xy, and what is v of xy? This is nothing but this is v of xy. അപ്പോൾ ഇതാണ് u of xyയും v of xyയും. ഞാനിവിടെ എഴുതാണ് u of xy എന്താണെന്നുള്ള എടുത്ത് എഴുതാണ്. u of xy is nothing but x square minus y square plus x. Okay, and v of xy is nothing but 2xy പ്ലസ് വൈ. ഇതാണ് യു ഓഫ് എക്സും വി ഓഫ് എക്സും ഞാൻ എടുത്ത് എഴുതിയെന്നുള്ളൂ. ഇനി നമുക്കിത് സി ആർ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് നോക്കാം.
ഓക്കെ, ഡിഫറൻഷ്യബിൾ അറ്റ് എവറി പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലായിടത്തും സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ വാട്ട് ഈസ് ഡോ യു ബൈ ഡോ എക്സ് ആൻഡ് ഡോ യു ബൈ ഡോ വൈ? ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഡോ വി ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈയും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതൊക്കെ ഈക്വൽ ആണോ, സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നുള്ളത് നോക്കും. എങ്ങനെയാണ് സി ആർ ഇക്വേഷൻസ്? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂം ഇവിടെ കിട്ടുന്ന വാല്യൂം സെയിം ആവണം. ഇവിടെയോ ഇവിടെ കിട്ടുന്നത് പരസ്പരം നെഗറ്റീവുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണം. സോ നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് ഡോ യു ബൈ ഡോ എക്സ്? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിലെ എക്സിനെ മാത്രം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ബട്ട് ഇഫ് യു ആർ സ്റ്റഡിങ് you have studied partial derivative, we know that we can consider every other variable other than what we are differentiating. With what we are differentiating, every other variable can be considered as a constant. So ഇവിടെ u എന്ന് പറയുന്നത്, സോ u എന്ന് പറയുന്ന എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷൻ ആണ്. പക്ഷേ നമ്മളിവിടെ വിത്ത് റെസ്പെക്ട് ടു എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രമാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ വി നീഡ് ടു കൺസിഡർ y ആസ് എ കോൺസ്റ്റൻറ്റ്. സോ 2x എന്ന് പറയുന്നതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ആൻഡ് 2xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വാട്ട് വിൽ യു ഗെറ്റ്? വെൻ യു ഡിഫറൻഷ്യേറ്റ് 2x വിത്ത് റെസ്പെക്ട് ടു എക്സ് യു വിൽ ഗെറ്റ് 2x അല്ല എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2x മൈനസ് വാട്ട് അബൌട്ട് വൈ സ്ക്വയർ? വൈ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഡോ എന്ന് പറയുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈനെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ് ഡിഫറൻഷ്യൽ? 0 ആണ്. പ്ലസ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1. സോ ദാറ്റ് ഈസ് ഹൗ യു ഡു ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ ഫോർ എ ഫംഗ്ഷൻ വിത്ത് മോർ ദാൻ 1 വേരിയബിൾ. അപ്പോൾ എക്സും വൈയും ഉണ്ടെങ്കിൽ അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഏതിനെയാണോ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിളാണോ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്, ബാക്കിയുള്ള വേരിയബിൾസ് എല്ലാം അവിടെ കോൺസ്റ്റൻ്റ് ആക്കും. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 2x, വൈ സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 0 ആൻഡ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1. ആൻഡ് വാട്ട് അബൌട്ട് ഡോ യു ബൈ ഡോ വൈ? അഗെയിൻ ഡോ യു ബൈ ഡോ വൈ ചെയ്യുമ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ യു നീഡ് ടു കൺസിഡർ എക്സ് സ്ക്വയർ ആൻഡ് എക്സ് ആസ് കോൺസ്റ്റൻസ് ബിക്കോസ് വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. എവറി അതർ വേരിയബിൾ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ എക്സ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0 മൈനസ് വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വാട്ട് വിൽ യു ഗെറ്റ്? 2y പ്ലസ് again എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇസ് അഗെയിൻ എ കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. സോ ദിസ് ഇസ് അഗെയിൻ 0. സോ ദിസ് ഇസ് ഈക്വൽ ടു 2x plus 1 and dou u by dou y is equal to minus 2y. So this is how you differentiate u with respect to x and y. ഇവിടെ നമ്മൾ ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈയും ആണ് കണ്ടത്. ഇനി നമുക്ക് ഡോ വി ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈയും കാണാം. വാട്ട് അബൌട്ട് ഡോ വി ബൈ ഡോ എക്സ്? ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് മാത്രമാണ് അവിടെ വേരിയബിൾ ഉള്ളത്, ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. സോ 2xyനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2y ഈസ് എ കോൺസ്റ്റൻറ്റ് ബിക്കോസ് y എന്ന് പറയുന്നത് ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് എടുക്കുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ 2ൻ്റെ പോലെ തന്നെ വൈയും കോൺസ്റ്റൻ്റ് ആണ്. 2y എന്നിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. എക്സിൻ്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ 2y into 1 വിൽ ബിക്കം 2y പ്ലസ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അഗെയിൻ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ബിക്കോസ് വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് പാർഷ്യലി. സോ ദിസ് ഇസ് ഈക്വൽ ടു 2y. സോ 2y എന്ന് പറയുന്നതാണ് ഡോ വി ബൈ ഡോ എക്സ്. വാട്ട് അബൌട്ട് ഡോ വി ബൈ ഡോ വൈ? ഡോ വി ബൈ ഡോ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2xyനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ 2x ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് വൈയുടെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഈസ് 1 and plus y-യുടെ differential again y-യുടെ differential with respect to y is 1, so you will get 2x plus 1. So value of dou v by dou x is 2x and dou v by dou y equal to 2x plus 1. Now these values satisfy CR equation. Of course you see that dou u by dou x equal to dou v by dou y, 2x plus 1, 2x plus 1, and dou u by dou y is minus 2y, which is nothing but minus of 2y, that is dou v by dou x. So dou u by dou x equal to dou v by dou y, dou u by dou y equal to dou v by dou x. That means CR equation is satisfied. So ഇവിടെ CR equation എവിടെയും വയലേറ്റ് ചെയ്യുന്നില്ല, വയലേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഏത് XY എടുത്താലും ഈ CR equation സാറ്റിസ്ഫൈ ചെയ്യും. So that means this is differentiable at every points on this domain. So that means this is a differentiable function or this is an analytic function. Suppose we are considering another function.
വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ എല്ലാ ഫംഗ്ഷൻസും നിങ്ങൾ ചോദിക്കും സാറ്റിസ്ഫൈ ചെയ്യുമോ, എന്താണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, സാറ്റിസ്ഫൈ ചെയ്യാത്ത ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഞാനിവിടെ എടുക്കുന്ന എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 2x² y plus I into y² minus x. This is the function I am taking. Okay, this function that is 2x² plus y plus I into y² minus x. This is the function. So here you can see that this value is the u of xy and this value is the v of xy. This is v of xy. So let us consider dou u by dou x and dou u by dou y, and we can consider dou e by dou x and dou v by dou y. അപ്പോൾ ഇത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ അനലിറ്റിക് ആണെങ്കിൽ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ്. കാരണം CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രമേ ഇത് അനലിറ്റിക് ആവുള്ളൂ. അനലിറ്റിക് അല്ലെങ്കിൽ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ ഇത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും അനലിറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പോൾ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ അനലിറ്റിക് ആണെങ്കിൽ CR ഇക്വേഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താവില്ല, അനലിറ്റിക് ആവില്ല. അപ്പോൾ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കാം. So when we can differentiate u with respect to x first, with differentiating u with respect to x, what will you get? 2x with respect to x differentiate ചെയ്യുമ്പോൾ 4x plus y differential it is 0. So 4x plus 0, that is 4x itself. Now dou u by dou y, what is the value? 0 plus 1. So this is equal to 1. This is the value of dou u by dou x and dou u by dou y. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള സെക്ഷനാണ്. നിങ്ങളൊന്ന് അത് പഠിച്ചാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, വാട്ട് ഈസ് ഡോ വി ബൈ ഡോ എക്സ്? ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറയുന്നതിന് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. y² ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ് 0 ആൻഡ് മൈനസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ് -1. സോ ദിസ് ഇസ് ഈക്വൽ ടു -1. Now what about dou v by dou y? Dou v by dou y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് 2y മൈനസ് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. സോ ദിസ് ഇസ് ഈക്വൽ ടു 2y. So let's see, dou u by dou x equal to dou v by dou y ഉം dou u by dou y equal to minus dou v by dou x ആണ് CR ഇക്വേഷൻ. ഇവിടെ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. dou u by dou y എന്ന് പറയുന്ന 1 ആണ്, dou v by dou x എന്ന് പറയുന്ന -1 ആണ്. സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇറ്റ് ഈസ് വയലേറ്റഡ്. വൈ? ബിക്കോസ് dou u by dou x is not equal to dou v by dou y. You got dou u by dou x to be 4x and dou v by dou y to be 2y. So this is not satisfied. So this is not differentiable. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല. അത് പോരാത്തതിന് ഒരു പോയിന്റിലും ഡിഫറൻഷ്യബിൾ അല്ല. കാരണം നിങ്ങൾ ഏത് പോയിന്റ് ഇട്ട് കൊടുത്തോളൂ, ദിസ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ. സോ ദിസ് ഇസ് നോവെയർ ഡിഫറൻഷ്യബിൾ ഓർ നോവെയർ അനലിറ്റിക് ഫംഗ്ഷൻ. കാരണം ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ഇവിടെ ഏത് പോയിന്റിൻ്റെ നെയ്ബർഹുഡ് എടുത്താലും ഈ ഫംഗ്ഷൻ എന്ത് കാണിക്കില്ല, ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ 0 മാത്രമേ പറ്റുള്ളൂ അല്ലേ. 0 എന്ന് പറയുന്ന പോയിന്റിൽ ഇത് ഓക്കെയാണ്. പക്ഷെ 0 എന്ന് പറയുന്ന പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ക്ലാഷ് വരും, ഇത് രണ്ടും 0 ആവും. സോ ദാറ്റ് മീൻസ് ഇത് ഒരിടത്തും ഇതെന്ത് ചെയ്യില്ല, സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, അല്ലെങ്കിൽ 2x എന്ന് പറയുന്ന ലൈനിൽ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. 2x എന്ന് പറയുന്ന ലൈനിൽ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ 2x y ഈക്വൽ ടു 2x എന്ന് പറയുന്ന ലൈൻ എടുക്കുകയാണെങ്കിലോ അപ്പോൾ 4x ഈക്വൽ ആവും. സോ y ഈക്വൽ ടു 2x എന്ന് പറയുന്ന ലൈനിൽ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. പക്ഷേ ആ ലൈനിൻ്റെ ഒരു നെയ്ബർഹുഡിൽ പോലും ഇത് ഡിഫറൻഷ്യബിൾ അല്ല. കാരണം എന്താണ്, 2x എന്ന് പറയുന്ന ലൈനിൻ്റെ ഒരു സ്ഥലത്ത് പോലും ഇത് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കാണിക്കാൻ സാധിക്കും. സോ ദാറ്റ് മീൻസ് ദിസ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എനി ഓർ ദിസ് ഇസ് നോട്ട് അനലിറ്റിക് എനിവെയർ ഓർ നോവെയർ അനലിറ്റിക് ഫംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അനലിറ്റിക് ഫംഗ്ഷനാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി. എന്താണ്, CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് നോക്കാം. ബിക്കോസ് നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എവിടെയെങ്കിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എല്ലാ പോയിൻറ്റ്സിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, ഡൊമൈനിലുള്ള എല്ലാ പോയിൻറ്റ്സിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓർ ഇൻ അതർ വേർഡ്സ്, എല്ലാ പോയിൻറ്റ്സിലും അനലിറ്റിക് ആണെങ്കിൽ, ഇഫ് എ കോംപ്ലെക്സ് ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് എവറിവെയർ ഓർ അനലിറ്റിക് ഫംഗ്ഷൻ, ദെൻ ദ CR ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ് അറ്റ് എ നെയ്ബർഹുഡ് ഓഫ് എ പോയിന്റ്. ആ ഡൊമൈനിൽ എല്ലായിടത്തും ഈ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എവിടെ അനലിറ്റിക് ആണെങ്കിൽ, അനലിറ്റിക് ആയിട്ടുള്ള ഇവിടെ ഡിഫറൻഷ്യബിളിന് പകരം നമുക്ക് അനലിറ്റിക് എന്ന് പറഞ്ഞ വാക്ക് വെച്ചാലും മതി. അനലിറ്റിക് ഇഫ് ഇറ്റ്സ് ബിക്കോസ് അനലിറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിഫറൻഷ്യബിൾ അറ്റ് എ നെയ്ബർഹുഡാണ്. അപ്പോൾ അനലിറ്റിക് ആവണമെങ്കിൽ എന്താവണം, അവിടെ എല്ലായിടത്തും CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം.
Okay, so that is the criterion for analyticity. Criteria for analyticity എന്താണ്? Suppose a real valued function u of xy and v of xy are continuous and have continuous first order partial derivatives in the domain D. അതായത് ഒരു ഡൊമൈൻ ഡിയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇരിക്കുന്നത്. Then if u and v satisfies the Cauchy Riemann equations at all points of the domain, then the function is analytic. Cauchy Riemann equation satisfy ചെയ്തില്ലെങ്കിലോ ഇതെന്താവില്ല, അനലിറ്റിക് ആവില്ല. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്, അപ്പോൾ ഇതെന്താ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലിറ്റിക് ആണെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്ത് ഇതായിരിക്കും. തിരിച്ചുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. തിരിച്ചാവണമെങ്കിൽ എന്ത് വേണം, ഇത് എക്സിസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണ്, CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അനലിറ്റിക് ആണെന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്ത് അത് ഈ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, ആ ഫംഗ്ഷൻ അനലിറ്റിക് ആവുള്ളൂ. വേറൊരു എക്സാമ്പിളും കൂടെ നമുക്കൊന്ന് നോക്കാം. സപ്പോസ് വി ആർ ഹാവിങ് എ ഫംഗ്ഷൻ x by, I am taking the function f of z is equal to, I am taking the function f of z to be x by x square plus y square minus I into y by y square plus or x square plus y square. I am taking this as the function f of x by x square plus y, f of z is equal to x by x square plus y square minus I into y by y x square plus y square, where z equal to x plus I. Okay, so ഇതിൻ്റെ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ നമുക്ക് u എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഈസ് u of xy, ദിസ് ഈസ് u of xy ആൻഡ് ദിസ് ഈസ് v of xy അല്ലേ. ഇതാണ് v of xy എന്ന് പറയുന്നത്. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈയും ഈക്വൽ ആവുന്നത് എവിടെയാണ്, ഞാൻ ഇങ്ങോട്ട് നീക്കി എഴുതാം. ഡോ വി ബൈ ഡോ വൈയും ഈക്വൽ ആവുന്നത് എവിടെയാണ്, ഡോ യു ബൈ ഡോ എക്സും മൈനസ് ഡോ യു ബൈ ഡോ വൈയും മൈനസ് ഡോ വി ബൈ ഡോ എക്സും ഈക്വൽ ആവുന്നത് എവിടെയാണെന്ന് നോക്കാം. ഡോ യു ബൈ ഡോ എക്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയേ. വാട്ട് ഈസ് ഡോ യു ബൈ ഡോ എക്സ്? വാട്ട് വിൽ ഗെറ്റ് ഡോ യു ബൈ ഡോ എക്സ് ആസ്? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നതിനെ നമുക്ക് ഇവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇതാണ് കോഷ്യൻ റൂൾ നമ്മൾ കൊടുത്തത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് യു ഡാഷ് വി, സോ ദാറ്റ് ഈസ് യു ബൈ വിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, യു ഡാഷ് വി മൈനസ് വി ഡാഷ് യു ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. സോ യു ഡാഷ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 1 ഇൻറ്റു വി, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വി ഡാഷ് യു. സോ വി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ വൈനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. സോ 2x മാത്രമേ വരുള്ളൂ ഇൻറ്റു വി, ദാറ്റ് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x സ്ക്വയർ കിട്ടും. ഓർ ഇൻ അതർ വേർഡ്സ് ദിസ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. And what about dou v by dou x or minus of dou u by dou y? So നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് എക്സ് എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു വൈ നമുക്ക് ചെയ്യണം. എന്താണ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക, 1 ബൈ വിത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ x square plus y square the whole raised to minus 2, or in other words this is equal to minus 1 by x square plus y square the whole raised to 2 into y square derivative, that is 2y, or in other words you will get it as minus 2y divided by x square plus y square the whole square. Okay, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡോ വി ബൈ ഡോ വൈയും ഡോ വി ബൈ ഡോ എക്സ് നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡോ വി ബൈ ഡോ എക്സ് ഇത് തന്നെയായിരിക്കും. ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡോ വി ബൈ ഡോ വൈ ഇത് തന്നെയായിരിക്കും. ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും, ദാറ്റ് ഈസ് 2xy. ഇവിടെ 2xy ഉണ്ട്, ദിസ് ഇസ് 2xy. 2xy ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇതെവിടെയാണ് ഇത് രണ്ടും സെയിം ആവുന്നത്? ഇത് രണ്ടും സെയിം ആവാൻ അല്ലെങ്കിൽ അനലിറ്റിക് ആവുന്നത്, ഇത് രണ്ടും ഈക്വൽ ആവുന്ന പോയിൻറ്റ്സുകൾ എവിടെയാണ്? whenever you have x square plus y square not equal to 0 അല്ലേ. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻസും ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യില്ല. കാരണം എന്താണ്, ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യം പോലും എക്സിസ്റ്റ് ചെയ്യില്ല.
അതായത് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒന്നും തന്നെ എക്സിസ്റ്റ് ചെയ്യില്ല. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് തന്നെ എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഫംഗ്ഷൻ പോലും ഡിഫൈൻഡ് ആവില്ല അല്ലേ. സോ ദാറ്റ് മീൻസ് ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ്സ് എവിടെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 0 ആവുന്ന എവിടെയാണ്? ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. ദാറ്റ് ഈസ് ഒറിജിൻ. സോ ദാറ്റ് മീൻസ് ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് അനലിറ്റിക് at z equal to 0. So this function is analytic everywhere in any domain which does not contain 0. 0 ഇല്ലാത്ത, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന ഡൊമെയിൻ എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളിൻ്റെ പുറത്തുള്ള ഭാഗമാണെങ്കിൽ, ഈ ഒരു പോയിന്റ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇവിടെ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്ന ഓപ്പൺ റീജിയൻ ആണെങ്കിൽ അവിടെയും ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഇമാജിനറി റിയൽ പാർട്ട് ഓഫ് ഇസഡ് ലെസ് ദാൻ 1 ആണ്, ലെസ് ദാൻ 0 ആയിട്ടുള്ള റീജിയൻ ആണെങ്കിലും ഇത് അനലിറ്റിക് ആണ്. ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഇരിക്കുന്ന പോർഷൻ ഇല്ലാത്ത ഏതൊരു പോയിന്റിലും ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? അനലിറ്റിക് ആയിരിക്കും. സോ ദിസ് ഇസ് ഹൗ യു ഡിഫൈൻ അനലിറ്റിക് ഫംഗ്ഷൻസ്. അനലിറ്റിക് ഫംഗ്ഷൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ CR ഇക്വേഷൻസ് വെച്ചിട്ട് എങ്ങനെയാണ് അനലിറ്റിക് ഫംഗ്ഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് നമ്മളിത് കണ്ടത്. ഇതിൽ നിന്ന് ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഹാർമോണിക് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കാണാം. ആ വീഡിയോയിൽ ഹാർമോണിക് ഫംഗ്ഷൻ അത് അനലിറ്റിക്കുമായിട്ട് എങ്ങനെ കമ്പൈൻ ചെയ്തിരിക്കുന്നു, അതേപോലെ തന്നെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ ഇത് നിങ്ങളൊന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.